ഈ നിമിഷം പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പരിശീലകൻ മിഖായൽ സ്റ്റാറേയും സഹപരിശീലകരെയും കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയിരിക്കുന്നു. കടുത്ത തീരുമാനം ബ്ലാസ്റ്റേഴ്സിന്റെ ദയനീയ പ്രകടനം തുടരുന്നതിനിടെയാണ് ടി.ജി. പുരുഷോത്തമന് താൽക്കാലിക ചുമതല. കൊച്ചിയിൽ നിന്ന് നിതിൻ സേവ്യറും ന്യൂസ് ഡെസ്കിൽ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മഹേഷ് പോലൂരും പുതിയ വിശദാംശങ്ങൾ നൽകും. ആദ്യം നിതിനിലേക്ക്. നിതിൻ, കടുത്ത തീരുമാനങ്ങളിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് കടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അത് ISL കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്കറിയാം. എത്ര ദയനീയമായ അവസ്ഥയിലൂടെയാണ് സംഘം കടന്നു പോകുന്നതെന്ന്. നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു. അതിലൊരു മെച്ചമുണ്ടാകും, ഒരു പുരോഗതി ഉണ്ടാകുമോ എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് പുതിയ പരിശീലകനെ നിയമിച്ചത്. അദ്ദേഹവും പരാജയമായത് എങ്ങനെയാണ്? എന്താണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തീരുമാനം? തീർച്ചയായും സൈഫുദ്ദീൻ വലിയ പ്രതീക്ഷയുടെ കൂടെ തന്നെയാണ് ഇത്തവണ പുതിയ പരിശീലകനെ ടീമിൽ എത്തിച്ചത്. മുൻ വർഷങ്ങളിലെ ദയനീയ പ്രകടനം അത് മാറ്റി നിർത്തി ഇത്തവണയെങ്കിലും കിരീടം കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു പ്രതീക്ഷയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനും ആരാധകർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ സ്ഥിതി മെച്ചപ്പെടുന്നില്ല. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ദയനീയ പ്രകടനം, അതിദയനീയ പ്രകടനം എന്ന് തന്നെ പറയണം. കാരണം 12 മത്സരങ്ങളിൽ വിജയിക്കാനായത് 3 മത്സരങ്ങൾ മാത്രമാണ്. 2 സമനില, മറ്റ് മത്സരങ്ങളെല്ലാം തന്നെ തോൽവി. 12 മത്സരങ്ങളിൽ 11 പോയിന്റാണ് നേടിയിട്ടുള്ളത്. 10ാം സ്ഥാനത്താണ് ടീം തുടരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ദയനീയ പ്രകടനം നടത്തുന്നതിനാൽ തന്നെ ഈ കോച്ചിന്റെ ഒരു പുറത്താകൽ അത് പ്രതീക്ഷിച്ച് തന്നെയായിരുന്നു. തുടക്കത്തിൽ തന്നെ ഈ ഒരു സീസണിന്റെ ആദ്യ 5-6 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ആരാധകർക്കും വ്യക്തമായതാണ് കോച്ചിന്റെ കയ്യിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. താരങ്ങൾ കളിച്ചാൽ അത് മത്സരം ജയിക്കാം എന്ന് മാത്രമാണുള്ളത് എന്ന് ഏതായാലും മനസ്സിലായതാണ്. ഈ പുറത്താകലും അത് പ്രതീക്ഷ തന്നെയാണ്. ഈ ദയനീയ പ്രകടനത്തിന് പിന്നാലെ പ്രത്യേകിച്ച് ഈ ബംഗളൂരുവിനോടും പിന്നീട് മോഹൻ ബഗാനോടുമുള്ള തോൽവി കൂടി ആയതോടുകൂടി തന്നെ കോച്ചിന്റെ പുറത്താകൽ ഏത് നിമിഷവും ഉണ്ടാകുമെന്നത് അത് ആരാധകർക്ക് ഏതായാലും ഉറപ്പായിരുന്നു. ഇപ്പോൾ ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന്, ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ആ കടുത്ത തീരുമാനം ഉണ്ടാകുന്നു. അതിന്റെ ഔദ്യോഗിക പത്രക്കുറിപ്പ് അല്ലെങ്കിൽ ഔദ്യോഗികമായി തന്നെ അത് വിവരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിടുന്നു. പരിശീലകൻ മിഖായൽ സ്റ്റാറെ പുറത്താക്കുന്നു. ഒപ്പം തന്നെ സഹപരിശീലകരെ 2 വിദേശ സഹപരിശീലകരായിരുന്നു മിഖായൽ സ്റ്റാറയ്ക്ക് ഒപ്പം ഉണ്ടായിരുന്നത്. ജോൺ വെസ്ട്രോമും ഒപ്പം തന്നെ ഫെഡറിക്കോ പെരേരയും 2 സഹപരിശീലകരാണ് ഒപ്പം ഉണ്ടായിരുന്നത്. ഈ 2 സഹപരിശീലകരെയും പുറത്താക്കുന്നു. പുതിയ പരിശീലകനെ ഉടൻ തന്നെ നിയമിക്കുമെന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം നിലവിൽ ഈ റിസർവ് ടീമിന്റെ പരിശീലകനായ തോമസ് ഷോർസ്, ഒപ്പം തന്നെ ടീമിന്റെ സഹപരിശീലകനായിരുന്ന മലയാള പരിശീലകൻ ടി.ജി. പുരുഷോത്തമൻ എന്നിവർക്കാണ് ടീമിന്റെ മാനേജ്മെന്റിംഗ് ചുമതലകൾ പുതിയ പരിശീലകനെ നിയമിക്കുന്നതുവരെ നൽകിയിരിക്കുന്നത്. ആരാധകർക്ക് വലിയ പ്രതിഷേധത്തിലായിരുന്നു. നേരത്തെ തന്നെ മഞ്ഞപ്പടയുടെ നിസ്സഹകരണമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനിയുള്ള മത്സരങ്ങളിൽ ടിക്കറ്റ് വിൽക്കില്ല, മത്സരം കാണില്ല, അല്ലെങ്കിൽ സ്റ്റേഡിയത്തിനകത്തും പുറത്തുമൊക്കെ പ്രതിഷേധിക്കുമെന്നുള്ള അടക്കമുള്ള തീരുമാനം കണ്ടതാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ദയനീയ പ്രകടനം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ആരാധകർക്ക് പോകേണ്ടി വന്നത്. അതിന് പിന്നാലെയാണ് ഈ വളരെ ദയനീയ പ്രകടനം കാഴ്ചവെക്കുന്ന ഈ സീസണിൽ പരിശീലകനെ പുറത്താക്കാൻ ഒടുവിൽ ബ്ലാസ്റ്റേഴ്സ് തീരുമാനിക്കുന്നത്. മിഖായൽ സ്റ്റാറെ കൊണ്ടുവന്നപ്പോൾ ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് കിരീടം നേടുമെന്ന് തന്നെയായിരുന്നു ആരാധകർ കരുതിയിരുന്നത്. വലിയ ട്രാക്ക് റെക്കോർഡൊക്കെ ഉള്ളൊരു പരിശീലകനായിരുന്നു മിഖായൽ സ്റ്റാറെ. പക്ഷേ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു സ്ട്രാറ്റജിയും അല്ലെങ്കിൽ ഒരു ടാക്ടിക്സും കളത്തിൽ കാണിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദയനീയ പരാജയങ്ങൾ, മുന്നിൽ നിന്ന മത്സരങ്ങളെങ്കിൽ അല്ലെങ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മത്സരങ്ങളിൽ തോറ്റുപോകുന്നു, ലീഡ് നേടിയ മത്സരങ്ങളിൽ തോറ്റുപോകുന്നു, താരങ്ങളുടെ പിഴവുകളിലും തോറ്റുപോകുന്നു. പരിശീലകനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. എങ്കിൽ പോലും പരിശീലകന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് ആരാധകർക്ക് മനസ്സിലായതാണ്. താരങ്ങൾ കളിച്ചാൽ മാത്രം വിജയിക്കാമെന്നത്. ഏതായാലും പുതിയ പരിശീലകനെ ഉടൻ തന്നെ നിയമിക്കുമെന്നാണ് വരുന്നത്. ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഡെസ് ബക്കിംഗാം അടക്കമുള്ള മുംബൈ സിറ്റിയെ ISL വിജയിപ്പിച്ച പരിശീലകരടക്കമുള്ളവരുടെ പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും അതിൻ്റെ ഒരു കൃത്യമായ തീരുമാനം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിൽ നിന്ന് വരുന്ന ദിവസങ്ങളിൽ തന്നെ അറിയും. ഏതായാലും സഹപരിശീലകനായ ടി.ജി. പുരുഷോത്തമനും ഒപ്പം തന്നെ റിസർവ് ടീമിന്റെ പരിശീലകനായ തോമസ് ഷോർസിനുമാണ് നിലവിൽ ടീമിന്റെ മാനേജ്മെന്റിംഗ് ചുമതലകൾ നൽകിയിരിക്കുന്നത്. സൈഫുദ്ദീൻ.